കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിനെ തുടർന്ന് ഗർഭാശയം നീക്കേണ്ടി വന്ന ആരോപണവുമായി ഒരു പേരാമ്പ്ര സ്വദേശി അനുശ്രീ ഞങ്ങളെ സമീപിച്ചിരുന്നു. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന ഇവരുടെ കുഞ്ഞ് ഇപ്പോഴും ചികിത്സയിലാണ്. ചികിത്സാ പിഴവിനെതിരെ നൽകിയ പരാതിയിൽ നടപടി ഉണ്ടായില്ലെന്നും അനുശ്രീ നമ്മളോട് പറഞ്ഞു. അനുശ്രീ നമ്മളോടൊപ്പം തത്സമയം ചേരുന്നുണ്ട്. നമുക്ക് ചോദിക്കാം എന്താണ് അനുശ്രീയുടെ പ്രശ്നം. അനുശ്രീ, വെരി ഗുഡ് മോർണിംഗ് അനുശ്രീ. എന്താണ് സംഭവിച്ചത്? മോനിപ്പോൾ എത്ര മാസം പ്രായമായി? കുഞ്ഞിനിപ്പോ 11 മാസമായി. ഞാൻ പ്രസവിച്ചു ജനുവരി 18-ന്. ഞാൻ ജനുവരി 13-ന് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയിരുന്നു. ജനുവരി 18-ന് പുലർച്ചെ 12:30 ഞാൻ ലേബർ റൂമിൽ എത്തുന്നത്. ഈ ജനുവരി 18 വരെയും അനുശ്രീക്ക് ഈ ഗർഭ സംബന്ധമായ മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല അല്ലേ? ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു പ്രശ്നം, ലേബർ റൂം കയറുന്നത് വരെ എനിക്ക് യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. എത്ര സ്കാൻ ചെയ്തു? ലേബർ റൂമിൽ എല്ലാ മാസവും കറക്റ്റ് സ്കാനിങ് എല്ലാം ചെയ്തത്, എല്ലാം പ്രോപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഏത് ഡോക്ടറെ കാണിച്ചിരുന്നത്? മെഡിക്കൽ കോളേജിൽ സൂരജ് ഡോക്ടർ, മെഡിക്കൽ കോളേജിൽ സൂര്യ ഡോക്ടർ. അപ്പം കുഴപ്പമൊന്നുമില്ല, റെസ്റ്റ് എടുത്താൽ മതി, മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു. ഫ്ലൂയിഡിന്റെ അളവൊക്കെ എങ്ങനെയായിരുന്നു? എല്ലാം നോർമലാണ്. എല്ലാം നോർമലായിരുന്നു. എല്ലാ സ്കാനിങ്ങും നോർമലായിരുന്നു, ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞിരുന്നൊന്നുമില്ല. 9-ാം മാസത്തെ സ്കാനിങ്ങില് കുട്ടി കായലിൽ കുരുങ്ങിയത് കണ്ടിട്ട് ഡോക്ടറോട് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞു അത് സാധാരണമാണ്, ഇപ്പോഴേ അഡ്മിറ്റ് ആവേണ്ട ഒരു കാര്യമില്ല, സമയമുണ്ട് എന്ന് പറഞ്ഞു. അതിനുശേഷം അഡ്മിറ്റ് ആവുന്നു 9-ാം മാസത്തിൽ. 9-ാം മാസത്തെ ഡിസംബർ 28-നാണ് സ്കാൻ ചെയ്തത് 9-ാം മാസത്തെ. അപ്പൊ കായലിൽ കുരുങ്ങിയത് കണ്ടപ്പോ സാറ് വീട്ടിൽ പോയി കാണിച്ചു. അപ്പൊ സാറ് പറഞ്ഞു പിന്നെ ഇതൊക്കെ സാധാരണമാണ്, പേടിക്കേണ്ട പ്രശ്നമില്ല എന്ന് പറഞ്ഞ് തിരിച്ചയച്ചു. പിന്നെ ഞാൻ മെഡിക്കൽ കോളേജിൽ സാറ് പറഞ്ഞിട്ട് ജനുവരി 13-നാണ് അഡ്മിറ്റ് ആവുന്നത്. പിന്നെ ജനുവരി 18-ാം തീയതി പുലർച്ചെ ഒരു 12:30 ലേബർ റൂമിൽ അഡ്മിറ്റ് ആയി, പ്രസവ വേദന തുടർന്നിട്ട്. അപ്പൊ അവിടെ കയറിയത് മുതലേ വളരെ മോശമായിട്ടാണ് അവിടുത്തെ ഒരു PG ഡോക്ടർ ക്ഷമ എന്നോട് ബിഹേവ്, എന്നെ വളരെ ചീത്ത പറയുകയും ചെയ്ത്. എന്നോട് ചോദിച്ചത് എന്താ വെച്ചാൽ ഗർഭിണിയായ പ്രസവിക്കണം എന്ന് അറിയില്ലേ, പിന്നെ എന്ത് കണ്ടിട്ടാണ് പരിപാടിക്ക് നിന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ചീത്ത പറഞ്ഞിട്ട് എന്റെ അടുത്തിരുന്ന് അമ്മ വരെ കരഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ ഈ ഡോക്ടർ തന്നെയാണ് എന്റെ ഫ്ലൂയിഡ് പൊട്ടിച്ചത്. ഫ്ലൂയിഡ് പൊട്ടിച്ചിട്ട് അടുത്ത റൂമിൽ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ വെയിറ്റ് ചെയ്തു. പക്ഷെ എനിക്ക് അന്നേരം ബ്ലീഡിങ് ഉണ്ട്, പെയിൻ ഉണ്ട്. അപ്പൊ അമ്മ ഇങ്ങനെ കുറെ തവണ ഡോക്ടർ ഒന്ന് വന്ന് നോക്കുവോ, മോക്ക് നല്ല വേദന ബ്ലീഡിങ് ഒക്കെ കാണിക്കും. അന്നേരം പറഞ്ഞ് അമ്മ അവിടെ പോയി ഇരിക്കി, 24 മുതൽ 48 മണിക്കൂർ കഴിഞ്ഞിട്ട് എനിക്ക് പ്രസവിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ കിടന്നുറങ്ങി. ആ ഡോക്ടർ ആ ടേബിളിൽ തലവെച്ച് കിടന്നുറങ്ങി. അപ്പൊ അമ്മ ഇങ്ങ് പോന്നു. പിന്നെ പുലർച്ചെയാണ് എനിക്ക് ഭയങ്കര വേദനയും ഇതൊക്കെ അനുഭവപ്പെട്ടത്. അമ്മ ഇങ്ങനെ കൈയും ഇങ്ങനെ തടവി തരുമ്പോഴാണ് കൈയിന്റെ നഖങ്ങള് മുഴുവനായിട്ട് നീല നിറത്തിലായിപ്പോയി. ആ നീല നിറം എന്നാണ് ഞാൻ അവസാനമായിട്ട് കേട്ടത്. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. പിന്നെ അമ്മ പറഞ്ഞതാണ് അപ്പോഴാണ് ഡോക്ടേഴ്സ് വരുന്നത്. അതുവരെ ഒരൊറ്റ ഡോക്ടർമാരും എന്നെ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഈ പ്രസവം കഴിഞ്ഞ സമയത്ത് അല്ലേ? അതായത് മണിക്കൂറുകളോളം ഞാൻ ലേബർ റൂമിലുണ്ട്. ആ സമയത്തൊന്നും ഒരു ഡോക്ടേഴ്സും എന്നെ വന്ന് നോക്കിയിട്ടില്ല. കൈമ്മ നീല നിറം കണ്ടപ്പോ അമ്മ അവിടുന്ന് ഒച്ച വെച്ച് ബഹളം വെക്ക് കരയൊക്കെ ചെയ്ത് കണ്ടപ്പോഴാണ് ആരൊക്കെ വന്നത്. ഈ അനുശ്രീ പ്രസവിച്ച് കഴിഞ്ഞ് പിന്നെന്താ ഡോക്ടർ പറഞ്ഞത്? കുഞ്ഞിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞോ? അതേപോലെ ഈ ഗർഭാശയം നീക്കം ചെയ്യണമെന്ന് പറയുന്നത് എപ്പോഴാണ്? എനിക്ക് എന്റെ ബോധം നഷ്ടപ്പെട്ടു. അതോടുകൂടി ഞാൻ ആ സമയത്തൊന്നും അറിയില്ല. പിന്നെ എന്തോ ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ചിട്ട് കുട്ടീനെ എടുത്ത് തന്നെ കുട്ടീന്റെ തലയോട്ടിക്ക് ക്ഷതം സംഭവിച്ചിട്ടുണ്ടെന്ന്, എന്റെ ഗർഭാശയം നീക്കം ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ കുറെ ഈ കാര്യങ്ങളൊന്നും അറിയണ്ടായിരുന്നില്ല. ഹസ്ബൻഡിനാണ് ആ കാര്യങ്ങൾ, എപ്പോഴാണ് കാര്യങ്ങൾ കറക്റ്റ് എന്നുള്ളത് ഹസ്ബൻഡിനെ അറിയുള്ളൂ. ഞാൻ പിന്നെയാണ് കാര്യം. അനുശ്രീക്ക് അതുവരെ ഗൈനക് ഇഷ്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലേ? ഒരു ഇഷ്യൂസ് ഉണ്ടായില്ല. എനിക്ക് വേറെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. ഓക്കെ. അതിനുശേഷം ഹസ്ബൻഡിനോട് പറഞ്ഞ കൺസെന്റ് എഴുതി വാങ്ങിക്കാണും അല്ലേ ഡോക്ടർ? വാങ്ങിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഈ ഗർഭാശയം നീക്കം ചെയ്യേണ്ടി വന്നത് അനുശ്രീയെയും കുഞ്ഞിനെയും രക്ഷിക്കാൻ വേണ്ടിയാണോ ഇനി? അതായത് വേറൊരു പ്രധാന കാരണം എന്താന്ന് വെച്ചാൽ ഈ 9-ാം മാസം സ്കാനിങ്ങിൽ കായല കുരുങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് അവിടെ കഴിഞ്ഞതാണ്. ഞങ്ങൾ പിന്നെ അതേപറ്റി ചോദ്യം ഒന്നും ഉണ്ടായിട്ടില്ല. ഈ ഞങ്ങളുടെ ഡിസ്ചാർജ് ബുക്കിൽ, എന്റെ ഡിസ്ചാർജ് ബുക്കിലോ കുഞ്ഞിന്റെ ഡിസ്ചാർജ് ബുക്കിൽ ഈ കായല കുരുങ്ങിയ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പൊ അടുത്ത് എന്റെ കുഞ്ഞ് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയ വേറൊരു രീതിയിലാണ് നമ്മൾ അറിഞ്ഞത്. കുഞ്ഞിനെ പ്രസവ സമയത്ത് ഇങ്ങനെ അംബ്ലിക്കൽ കോഡ് 2 തവണ ചുറ്റിയിട്ടുണ്ടെന്നോ കുഞ്ഞ് നീല നിറത്തിലായി പോയിട്ടുണ്ടെന്നോ അറിഞ്ഞത്. ഈ കുഞ്ഞിനെന്താ ഇപ്പോൾ ബുദ്ധിമുട്ട് എന്താ ഉള്ളത്? കുഞ്ഞിന് എന്ന് വെച്ചാൽ പ്രസവ സമയത്തുള്ള പ്രശ്നം കാരണം തലയോട്ടിക്ക് ക്ഷത സംഭവിച്ചിട്ടുണ്ട്. തലച്ചോറിന്റെ വളർച്ച പൂർണ്ണമല്ല.
പിന്നെ 10 മാസം എത്തിയിട്ടുള്ള സാധാരണ കുട്ടികൾ ചെയ്യുന്ന ഒരു കാര്യം എന്റെ കുഞ്ഞിനിപ്പം ചെയ്യാൻ പറ്റുന്നില്ല. ഇന്ന് വരെ എന്റെ കുഞ്ഞിനൊന്ന് ചിരിച്ചിട്ട് പോലും കണ്ടില്ല. എനിക്കൊരു പാല് കൊടുക്കാൻ പോലും എന്റെ കുഞ്ഞിന് സാധിച്ചിട്ടില്ല. മൂക്കിലൂടെ ട്യൂബ് ഇട്ടിട്ട് ഞങ്ങൾ ഭക്ഷണം കൊടുക്കുന്നത്, വായിൽ കൂടെ ഒരു ഭക്ഷണം ഞങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചിട്ടില്ല. അതിനുശേഷം മറ്റാരെങ്കിലും സമീപിച്ചിരുന്നോ? അപ്പോൾ എന്താണ് സംഭവിച്ചതെന്നറിയാൻ. അപ്പോൾ അവർ പറഞ്ഞതാണോ ഈ അംബ്ലിക്കൽ കോഡ് ചുറ്റിയത് മൂലമുണ്ടായ പ്രശ്നമാണെന്ന്? അങ്ങനെ ഒരു കാര്യം നമ്മൾ അറിയുകയാണ് ചെയ്തത്. ഞങ്ങളെ ഡോക്ടേഴ്സ് ആരുമല്ല നമ്മളോട് പറഞ്ഞത്, നമ്മളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് വേറൊരു രീതിയിൽ നമ്മളിത് അറിയുക ചെയ്തത്. ആ സ്കാൻ റിപ്പോർട്ട് ഇപ്പോഴും കയ്യിലുണ്ടോ അനുശ്രീയുടെ? കയ്യിലുണ്ട്. അപ്പോൾ അതുവഴി പരാതി കൊടുത്തോ? ഇപ്പോൾ എല്ലാ സ്ഥലത്തും പരാതി കൊടുത്തിട്ടുണ്ട്. ഇതുവരെ ഒരു നടപടികൾ ഉണ്ടായിട്ടില്ല. ഞങ്ങള് സൂപ്രണ്ടിന് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു മെഡിക്കൽ കോളേജിലെ. എന്താന്ന് വെച്ചാല് അതായത് ആ അംബ്ലിക്കൽ കോഡ് ചുറ്റിയതായിട്ട് കണ്ട ഡിസംബർ 28 തന്നെ അഡ്മിറ്റ് ചെയ്യണമായിരുന്നു അല്ലേ? അതാണ് ഞങ്ങൾ പറയുന്നത്. കാരണം ഇപ്പാണ് അത് ഞങ്ങൾ പറയുന്നത്. വെച്ചാൽ ഞങ്ങൾ അറിയില്ലല്ലോ ഡെലിവറി ടൈമിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ചികിത്സ വൈകിപ്പിച്ചു എന്നതാണ് പരാതി. വൈകിപ്പിച്ചു എന്നുള്ളത്. കാരണം വെച്ചാൽ ഇപ്പൊ ഞങ്ങൾ കുഞ്ഞിന്റെ ഡോക്ടറെ കാണിക്കാൻ പോയപ്പോ ഇങ്ങനെ കാര്യങ്ങൾ പറയുമ്പോൾ ഡോക്ടർ ഞങ്ങളോട് ഇങ്ങോട്ട് ചോദിക്കും, എന്താ അംബ്ലിക്കൽ കോഡ് ചുറ്റിയിട്ട് എന്തുകൊണ്ട് അവർ സർജറി ചെയ്തിട്ടില്ല, കുഞ്ഞിനെ എടുത്തില്ല, അന്നേ അത് ചെയ്യേണ്ടതായിരുന്നു. ഓക്കെ, മനസ്സിലായി. എന്തായാലും നമുക്ക് പരാതി കൊടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അല്ലേ? അപ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ടോ ഈ വിഷയത്തിൽ? എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഒരു ഡെലിവറിക്ക് പോയ ഞാനാണ് ഇവിടുന്ന് വീട്ടിൽ നിന്ന് 5 സർജറികളാണ് ഇതുവരെ എനിക്ക് ചെയ്തിട്ടുള്ളത്. ഡെലിവറിക്ക് പോയിട്ട് ഞാൻ 7 മാസങ്ങൾക്ക് ശേഷം ഞാൻ എന്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ടുള്ളത്. ഈ 5 സർജറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഹിസ്റ്റക്ടമി ചെയ്തത് 18-ാം തീയതി. പിന്നെ ഞാൻ ഡോക്ടർ സൂരജ് ഇപ്പോഴും അവിടെ തന്നെ തുടരുന്നുണ്ടോ? അറിയാൻ കഴിഞ്ഞത് എന്തോ സസ്പെൻഷനിലാണ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. നമുക്ക് പൂർണ്ണമായിട്ട് വ്യക്തമല്ല. ഒരു പ്രേക്ഷകൻ പറയുന്നു ഇങ്ങനെ ചില ഡോക്ടർമാര് വീട്ടിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയാൽ മതിയോ എന്ന് ചോദിക്കും. ഈ സൂരജ് അങ്ങനെ വല്ലതും ചോദിക്കുകയാണ് ചെയ്തിരുന്നു എപ്പോഴെങ്കിലും? എന്നോട് ചോദിച്ചിട്ടില്ല, പക്ഷെ മറ്റ് പേഷ്യന്റിനോട് ചോദിച്ചിട്ടുണ്ടെന്ന് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. അത് ശരി. അപ്പം ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കുമോ ഇത്ര ശ്രദ്ധയില്ലാതെ പോയത്?